ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി വളരെ രുചികരമായിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ശരി, വേഗം തന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. നമ്മുടെ ഈ വെള്ളരിക്ക പച്ചടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പകുതി അളവിൽ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. 350 ഗ്രാം അളവിലാണ് വെള്ളരിക്ക എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് മാറ്റി ഇതിനുള്ളിലുള്ള ആ ഒരു സീഡൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു വലിപ്പത്തിന് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളരിക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഈ വെള്ളരിക്കയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടാനും ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കാം. ഈ വെള്ളരിക്കയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിനി തേങ്ങാക്കൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയൊരു ജാറെന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ഫസ്റ്റിലേ ചേർക്കരുതെങ്കിൽ പിന്നെ നന്നായിട്ട് അരഞ്ഞു പോകും. നമുക്ക് ചെറിയ രീതിയിൽ ഇതൊന്ന് നമ്മുടെ കടുകെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇനി ഒരു 10 സെക്കൻഡ് മാത്രം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക്. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമ്മുടെ വെള്ളരിക്കെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങാക്കൂട്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരട്ടെ. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതിയാവും. ഒരുപാട് സമയം ഇങ്ങനെ തിളപ്പിക്കരുത്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തൈരൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ കട്ടി തൈരാണ് ഏറ്റവും എടുത്തിട്ടുള്ളത്. ഇച്ചിരി പുളിയുള്ളത്, എന്നാൽ അധികം പുളിയില്ലാത്ത തൈര് വേണം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ കട്ട കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ തേങ്ങാക്കൂട്ടൊക്കെ ചെറിയ രീതിയിലൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ചൂടിൽ നമ്മൾ തൈര് ചേർക്കരുത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് മാത്രം തൈര് ചേർക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ആ തിളയ്ക്കുന്ന ആ ഒരു ചൂട് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് തൈര് ചേർക്കാവുന്നതാണ്. തൈരും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടി ചേർക്കാനുണ്ട്. താളിച്ചും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ വെള്ളരിക്ക പച്ചടി കറക്റ്റ് ആകുന്നത്. താളിച്ചെടുക്കാനായിട്ട് ചെറിയൊരു ചീനച്ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2 വറ്റൽമുളകും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ താളിച്ചത് ചൂടോടുകൂടി തന്നെ നമ്മുടെ വെള്ളരിക്ക പച്ചടിയിലേക്ക് ചേർക്കാം. താളിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ളൊരു വെള്ളരിക്ക പച്ചടിയാണ്. അപ്പോൾ ഓണത്തിനും സദ്യയ്ക്കും ഊണിനും ഒപ്പമൊക്കെ ഇതുപോലെ ഒരു വെള്ളരിക്ക പച്ചടി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.